ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മേസിയാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ആ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള നെഗറ്റീവ്സ് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഫുള്ള് നെഗറ്റീവായി പോകും അല്ലേ. നമുക്കിങ്ങനെ അമിത ചിന്ത, അമിത ഉത്കണ്ഠ, നമുക്ക് ഡിപ്രസീവായിട്ടുള്ള നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെ ഓരോന്നിലൂടെ നമ്മളിങ്ങനെ പോയി നമുക്ക് തന്നെ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഫീൽ ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ നമ്മളത് ടോക്സിക്കായിട്ട് കൊടുത്ത് അല്ലേ, നമുക്ക് ജീവിതം ഒരു കോഞ്ഞാട്ട എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും, ഞാനടക്കം പല സമയങ്ങളിലും അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഗോ ത്രൂ ദിസ് 4 സ്റ്റെപ്സ്, 4 സ്റ്റെപ്സിലൂടെ നിങ്ങളൊന്ന് കടന്നു പോയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എന്താണെന്നറിയോ, പ്രോബ്ലംസ് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പഴിചാരും, ബ്ലെയിം ചെയ്യും നമ്മൾ. അതായത് നമ്മുടെ ഭർത്താവ് കാരണമാണ് ഞാനിത് അനുഭവിക്കുന്നത്, എൻ്റെ അമ്മ കാരണമാണ്, എൻ്റെ അച്ഛൻ കാരണമാണ്, എൻ്റെ ബ്രദർ കാരണമാണ്, എൻ്റെ സിസ്റ്റർ കാരണമാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കാരണമാണ്, എൻ്റെ ബോസ് കാരണമാണ് അല്ലേ. നമ്മളെല്ലാത്തിനും ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ പഴിചാരും. ആക്ച്വലി പഴിചാരുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ പഠിപ്പിക്കുന്നതെന്നറിയോ. ഒരു പഴിചാരലിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുക എന്നറിയോ, നമ്മുടെ പവർ, നമ്മളിലുള്ള നമ്മുടെ പവർ അത്ര പറ്റ കുറവാണെന്നാണ് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റാരോ കാരണം ഞാൻ ഇത്ര ഹേർട്ടാവാനായിട്ട് ഞാൻ എന്നെ അനുവദിച്ചേക്കല്ലേ. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാക്കണം നിങ്ങൾ വ്യക്തമായിട്ട്. മറ്റാരോ കാരണം, എത്ര അടുപ്പമുള്ള ആളായിക്കോട്ടെ, എത്ര അടുപ്പമില്ലാത്ത ആളായിക്കോട്ടെ, ഞാൻ ഇത്ര ഹേർട്ടായിരിക്കുകയാണ്, എൻ്റെ പവറും എൻ്റെ മനസ്സിൻ്റെ പവർ ഇത്ര കുറവാണ് എന്ന് നമ്മളങ്ങ് അംഗീകരിക്കുന്ന പോലെയാടാ. പഴിചാരുന്ന പരിപാടി നമ്മളങ്ങ് ഒഴിവാക്കുക. ഞാൻ ഇനി ഒരു പ്രോബ്ലം വന്നാൽ ഇയാൾ കാരണമാണ്, അയാൾ കാരണമാണ്, ഞാൻ ഇനി ആരെയും പഴിചാരാൻ പോകുന്നില്ല എന്ന് നിങ്ങളിതാ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കൈ പിടിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. ഓക്കെ. രണ്ടാമത്തത്, നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ, നിങ്ങളുടെ ഇമോഷൻസിൻ്റെ, നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ ഫീലിങ്സിൻ്റെ എന്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അത് നല്ല സന്തോഷമുള്ളതാണെങ്കിൽ അതിൽ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എൻ്റെയാണ്. വിഷമാണ്, ഹേർട്ടാണ്, ദേഷ്യമാണ് എന്നാണെങ്കിൽ അതിൽ നിന്നും പുറത്ത് പോവുക, എൻ്റെ മനസ്സിനെ അതിൽ നിന്നും പുറത്ത് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്വം അതെനിക്കാണ്. മനസ്സിലായോ? നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. നമ്മുടെ ഇപ്പോൾ ചില റീസൺസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ ചാൻസ് ഉള്ളത്, അതായത് നമ്മുടേതല്ലാത്ത ചില കാരണങ്ങളും ഞാൻ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണോ, വേറെ ആരോ എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു, അല്ലെങ്കിൽ മറ്റാരോ കാരണമുള്ള ഒരു പ്രശ്നത്തിൽ ഞാൻ അരികിൽ കൂടെ പോയ ഞാനും കൂടെ ഇൻവോൾവ് ആവേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അതെൻ്റെ പ്രശ്നമാണോ, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടതുണ്ടോ, ഇങ്ങനൊരു ചോദ്യം മനസ്സിൽ നമുക്ക് വരാം. ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, അങ്ങനെ വന്നാൽ എന്താണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലാണെന്നാണെന്നറിയോ, ആ ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ പ്രശ്നം നേരിടുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തം അല്ല എന്നല്ലേ നമ്മുടെ മനസ്സിൽ സാധാരണ വരാറ്. അപ്പോൾ ആ പ്രോബ്ലത്തെയും ചതിച്ചവരെയും പഴിചാരി നമ്മൾ എന്ത് ചെയ്യും സാധാരണ, ആ അവസ്ഥ ഓർത്ത് വിലപിച്ച് അമിതമായിട്ട് ചിന്തിച്ച് നമ്മളിങ്ങനെ ഉത്കണ്ഠ അനുഭവിച്ച് നമ്മുടെ ലൈഫിൽ ഉത്തരവാദിത്തം നമ്മളിങ്ങനെ അവരെ പറ്റി ഓർത്ത് നമ്മുടെ ലൈഫിലെ ആ ഒരു നമ്മളോടുള്ള ഉത്തരവാദിത്തത്തിൽ നമ്മൾ മറന്നു പോയിട്ട് നമ്മൾ ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോഴല്ലേടാ നമ്മൾ നെഗറ്റീവായി പോവുക, നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്. നമ്മുടേതല്ലാത്ത മിസ്റ്റേക്കിൽ നമ്മളിങ്ങനെ നെഗറ്റീവായിരിക്കാനായിട്ട് നമ്മളെ അനുവദിക്കണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ അനുവദിച്ചു കൊടുക്കണോ, വിട്ടു കൊടുക്കണോ നമ്മുടേതല്ലാത്ത ഈ പ്രശ്നത്തിൽ ഇത്രയും ടെൻഷൻ അടിക്കാൻ, ഇത്രയും വിഷമിക്കാൻ, ഇത്രയും ഉത്കണ്ഠ അനുഭവിക്കാൻ വിട്ടുകൊടുക്കണോ? നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കണോടാ. ആ സമയത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എടുക്കണം, ഏറ്റെടുത്ത് നിങ്ങൾ അതിൽ നിന്നും പുറത്ത് വരണം. ഐ എം നോട്ട് സപ്പോസ്ഡ് ടു ഡു ദിസ്. ഞാൻ എന്നെ അനുവദിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഞാൻ ഇത്ര സങ്കടപ്പെടാൻ, ഞാൻ ഇത്ര ഹേർട്ടാവാൻ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്ത് വരണം. അവിടെയാണ് നമ്മുടെ പവർ ഇരിക്കുന്നത്. ആ പവറിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നമുക്ക് ചില കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണം എന്നില്ല അല്ലേ. പ്രത്യേകിച്ച് ലൈഫ് സ്കില്ലുകൾ, നമുക്ക് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ വന്നാൽ അതിനെ പെട്ടെന്ന് സോൾവ് ചെയ്ത് പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരാൻ എന്ത് ചെയ്യണം, അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ കൂട്ടണം, നമ്മുടെ
നമ്മുടെ സെൽഫ് എസ്റ്റീം എങ്ങനെ കൂട്ടണം, എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, ഒരു പ്രശ്നത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെയുള്ളവരുടെ കൂടെ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ലൈഫ് ഡെവലപ്മെൻറ്റ് സ്കിൽസ് ഉണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിഞ്ഞോളണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ ചാനൽ പോലെ ഒരുപാട് ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലുണ്ട്. ഒത്തിരി ഇങ്ങനെയുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, കേൾക്കാനും കാണാനും ഇഷ്ടമുള്ള ചാനലുകൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്തിട്ട് അതിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതായത് ഇത് കേട്ടിരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വൻപൻ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെപ്പോലെ പറഞ്ഞു തരുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? പ്രാക്ടിക്കൽ ആക്കണോടാ. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉള്ളൂ. ഇത് ജസ്റ്റ് 4 സ്റ്റെപ്പാണ്. ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ നെഗറ്റീവ്സിൽ ഇൻവോൾവ് ചെയ്യില്ല. ഞാൻ എൻ്റെ ലൈഫിൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഇതൊക്കെ എഴുതി തയ്യാറാക്കുന്നത്. എവിടെ നിന്നും എടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടുള്ളതോ കാര്യങ്ങളല്ല. ഇതെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കിയതാണ്. സോ എല്ലാവരും നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്ക്. ജീവിതത്തിൽ നെഗറ്റീവ്സിനെ നിങ്ങൾ മാറ്റി പോസിറ്റീവാക്കി ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.